പാലക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ കണ്ടെത്തി. കോതക്കുറിശ്ശിയിൽ നിന്നാണ് പോലീസ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഇയാളെ ഒരു വീട്ടിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അക്രമികൾ ഉറങ്ങിയ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി പോലീസിനെ വിളിക്കുകയായിരുന്നു. ബിസിനസ് രംഗത്തെ വൈരാഗ്യമാണ് കാരണമെന്ന് വ്യവസായി പറഞ്ഞു. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി VP മുഹമ്മദ് അലിയാണ് കണ്ടെത്തിയത്. ഇയാളെ തോക്ക് ചൂണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. വിവരങ്ങൾ രാഹുലിന് ചോരുന്നുവെന്ന നിഗമനം. അന്വേഷണത്തിന് പുതിയ സംഘം. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘത്തെ നിയോഗിച്ചു. ആദ്യ സംഘത്തിൽ നിന്ന് അന്വേഷണ വിവരങ്ങൾ രാഹുലിന് ചോരുന്നുവെന്ന നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഘത്തെ നിയോഗിച്ചത്. കഴിഞ്ഞ 11 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ബംഗളൂരുവിൽ രാഹുൽ ഒളിവിൽ കഴിയുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഒരു കേസിൽ മാത്രമാണ് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. രണ്ടാം കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ നൽകിയ ഹർജി തിരുവനന്തപുരം ജില്ലാ കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. കത്തിനശിച്ചത് 10-ലധികം ബോട്ടുകൾ. കുരീപ്പുഴയിൽ നിർത്തിയിട്ട മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. പുലർച്ചെ 1:30-ഓടെയായിരുന്നു സംഭവം. 10-ലധികം മത്സ്യബന്ധന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ബോട്ടുകൾ പൂർണ്ണമായും കത്തിയമർന്നു. ആളപായമില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടരുകയാണ്. ബോട്ടുകളിലെ ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചതിനാൽ ആർക്കും അടുത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഡീസൽ ടാങ്കുകൾക്ക് തീപിടിച്ചതും അഗ്നിബാധയുടെ വ്യാപ്തി കൂട്ടി. PV അൻവറിന്റെ ബിനാമി ഇടപാടുകളിൽ പങ്ക്. ഡ്രൈവർക്ക് ED നോട്ടീസ്. മുൻ MLA PV അൻവറിന്റെ ഡ്രൈവർ സിയാദിന് EDയുടെ നോട്ടീസ്. കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകണമെന്നാണ് നോട്ടീസ്. PV അൻവറിന്റെ ബിനാമി ഇടപാടുകളിൽ സിയാദിന് നിർണായക പങ്കെന്നാണ് ED കണ്ടെത്തൽ. മണി ലോണ്ടറിംഗ് നടത്തി എന്നും ED കണ്ടെത്തലുണ്ട്. അൻവർ 5 വർഷം കൊണ്ട് വരുമാനം 14 കോടിയിൽ നിന്നും 64 കോടിയാക്കിയതിലാണ് ED അന്വേഷണം. സാമ്പത്തിക മാന്ദ്യമുള്ള 5 വർഷം സ്വത്ത് 5 ഇരട്ടിയായതിൽ EDക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചു. ബിനാമികളിലേക്കും പണം നൽകിയവരിലേക്കും അന്വേഷണം എത്തുന്നുണ്ട്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസ്. കുറ്റപത്രം സമർപ്പിച്ച പോലീസ്. ഷാമിലിയെ മർദ്ദിച്ച കേസിൽ ബെയിലിൻദാസിനെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജൂനിയർ അഭിഭാഷകരുടെ തർക്കത്തിനിടെയാണ് മർദ്ദനമുണ്ടായത്. കഴിഞ്ഞ മെയ് 13-നാണ് സംഭവം നടന്നത്. അടികൊണ്ട് താഴെ വീണിട്ടും എഴുന്നേൽപ്പിച്ച് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. അതേസമയം അടുത്ത മാസം 23-ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. സംഭവശേഷം ഒളിവിൽ പോയ ബെയിലിൻദാസിനെ 3-ാം ദിവസമാണ് പിടികൂടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള. രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ SIT. മൊഴിയെടുക്കാൻ സൗകര്യമുള്ള ദിവസം അറിയിക്കണമെന്ന് SIT രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടു. 10-ാം തീയതി മൊഴി കൊടുക്കാമെന്ന് SITയെ രമേശ് ചെന്നിത്തല അറിയിച്ചു. ശ്രീശക്തി, കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ നറുക്കെടുപ്പ് തീയതികളിൽ മാറ്റം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറി നടത്തുന്ന നറുക്കെടുപ്പുകൾ മാറ്റിവെച്ചു. ഡിസംബർ 9-ന് നടത്താനിരുന്ന ശ്രീശക്തി, ഡിസംബർ 11-ന് നടത്താനിരുന്ന കാരുണ്യ പ്ലസ് എന്നീ ഭാഗ്യക്കുറികളുടെ നറുക്കെടുപ്പാണ് മാറ്റിയത്. ഇവയുടെ നറുക്കെടുപ്പുകൾ യഥാക്രമം ഡിസംബർ 10, 12 തീയതികളിൽ ഉച്ചയ്ക്ക് 2-ന് നടത്തുന്നതായിരിക്കും. ലോറി നന്നാക്കുന്നതിനിടെ ദാരുണ അപകടം. ആലപ്പുഴ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. തകരാറിലായ ലോറി നന്നാക്കുന്നതിനിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറി ഉരുണ്ടുവന്ന് ഇടിച്ച യുവാവ് മരിച്ചു. ആലപ്പുഴ പുളിങ്കുന്ന് കണ്ണാടി എരടിയിൽ ബിജുകുമാറിന്റെ മകൻ ജിഷ്ണുവാണ് മരിച്ചത്. ഇരുമ്പനം HP ടെർമിനലിനുള്ളിൽ വെച്ചായിരുന്നു അപകടം. ടാങ്കർ ലോറി തകരാറിലായതിനെ തുടർന്ന് ജീവനക്കാരൻ വിളിച്ചത് പ്രകാരം ചേരാനെല്ലൂരിലുള്ള സർവീസ് സെന്ററിൽ നിന്നും ലോറി നന്നാക്കാൻ എത്തിയതായിരുന്നു ജിഷ്ണു. അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെ HP ടെർമിനലിൽ എഥനോൾ ലോഡ് ഇറക്കാൻ വന്ന ടാങ്കർ ലോറി സമീപത്ത് നിർത്തിയിട്ടു. പിന്നീട് ഇതിൽ നിന്നും ഇറങ്ങിയ ഡ്രൈവർ രേഖകൾ കാണിക്കുന്നതിനായി സെക്യൂരിറ്റി ക്യാബിനിലേക്ക് പോയി. ഈ സമയത്ത് ലോറി തനിയെ മുന്നോട്ട് ഉരുണ്ടുപോയി. സർവീസ് സെന്ററിന്റെ വാഹനത്തിൽ ഇടിച്ച ശേഷം റിപ്പയർ നടത്തിക്കൊണ്ടിരുന്ന ലോറിയിൽ ഇടിച്ചു. ലോറി നന്നാക്കിക്കൊണ്ടിരുന്ന ജിഷ്ണു എഥനോൾ ലോറിയുടെ മുൻചക്രത്തിനിടയിൽ കുടുങ്ങുകയായിരുന്നു. ദിലീപ് കാവ്യ ബന്ധം അതിജീവിത തന്നോട് പറഞ്ഞുവെന്ന് മഞ്ജു വാര്യർ. ദിലീപിന് കുരുക്കുമുറിയ മൊഴി. നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യരുടെ മൊഴി നിർണായകമാകും. കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയെന്ന് ദിലീപ് സംശയിച്ചിരുന്നുവെന്നാണ് മഞ്ജു വാര്യരുടെ മൊഴി. നടിയെ ആക്രമിച്ച കേസിൽ 28ഓളം പേരായിരുന്നു മൊഴി മാറ്റിയത്. ആദ്യ അവസാനം പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിന്ന ആളാണ് മഞ്ജു വാര്യർ. കാവ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായിട്ടുണ്ട് എന്നതുൾപ്പെടെയായിരുന്നു മഞ്ജുവിന്റെ മൊഴി. ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ചില സൂചനകളിൽ നിന്നാണ് മഞ്ജു
ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യം അറിയുന്നത്. പിന്നീട് മഞ്ജു ഇതിനെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടിയോട് ചോദിച്ചു. കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജുവിനോട് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടിയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നു. തന്റെ ജീവിതം തകർത്തത് ഈ നടിയാണെന്ന് ദിലീപ് ഇക്കാലത്ത് പലരോടും പറഞ്ഞു നടന്നിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഉൾപ്പെടെ മഞ്ജു വാര്യരുടെ മൊഴിയിലുണ്ടായിരുന്നു. പരസ്യപ്രചാരണം അവസാനിച്ചു. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തദ്ദേശ പോരിന്റെ പൊലിമ കൂട്ടുന്ന കൊട്ടിക്കലാശം അവസാനിച്ചു. വോട്ടുറപ്പിക്കാനും സ്ഥാനാർത്ഥികളുടെ പേര് ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാനുമുള്ള നെട്ടോട്ടത്തിന്റെ അവസാന ദിനമായി ഇന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പൊടിപാറുന്ന കൊട്ടിക്കലാശമായിരുന്നു അരങ്ങേറിയത്. സംസ്ഥാനത്ത് തെക്ക് മുതൽ മധ്യകേരളം വരെ 7 ജില്ലകളിലാണ് ഇന്ന് ആവേശ ആരവത്തിന്റെ കൊട്ടിക്കലാശം നടന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പരസ്യപ്രചാരണമാണ് ഇന്ന് വൈകിട്ട് 6 മണിയോടെ അവസാനിച്ചത്. കൊട്ടിക്കലാശം കഴിയുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കയ്യേറ്റത്തിന്റെയും സംഘർഷത്തിന്റെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു. കോട്ടയം ഞീഴൂർ പഞ്ചായത്ത് കൊട്ടിക്കലാശത്തിനിടെ BJP CPIM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. സംഭവത്തിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സമാധാനപരമായ കലാശക്കൊട്ടിനിടെ CPIM പ്രവർത്തകർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയെന്നാണ് BJPയുടെ ആരോപണം.